ഫ്രണ്ട്സ്, അപ്പം എന്നും ഞങ്ങൾക്ക് ടിഫിൻ ഉണ്ടാക്കുന്നത് ഒരു വല്ലാത്തൊരു തലവേദന പിടിച്ച പണിയാണ് കേട്ടോ. അപ്പം എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഞാൻ മാവ് ആട്ടാറുണ്ട് ദോശയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാറില്ല, ഇടിയപ്പം നാഴി വാങ്ങിച്ചില്ല, ഇടിയപ്പം നാഴി മേടിക്കണം. നാട്ടിൽ വരുമ്പോൾ നല്ലത് നോക്കി മേടിക്കാമെന്ന് വിചാരിച്ചാൽ വാങ്ങിക്കാഞ്ഞത്. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും പൂരി മസാല കഴിക്കാമെന്ന് കേട്ടോ. അപ്പം വലുതായിട്ടൊന്നും ഞാൻ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ പൂരിയൊക്കെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് യൂട്യൂബ് റെഫർ ചെയ്തു ജസ്റ്റ്. പിന്നെ ഏതാണ്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മൈദാമാവും കൂടി ഇട്ട്, പിന്നെ റവയും ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം നമ്മൾ പാനിപ്പൂരിയുടെ ബോൾസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തപ്പോൾ ഒരിക്കൽ ഇതേപോലെ റവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റവ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ മൈദാമാവ് കേട്ടോ, ഒരു 2 സ്പൂൺ അടുപ്പിച്ച് മൈദാമാവും ഇട്ട്, പിന്നെ വേണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വാട്ടറി ആയിട്ടിരിക്കേണ്ട, കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്ന ബോൾസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് അത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. സ്റ്റാൻഡിൽ എത്ര വെച്ചിട്ടും സ്റ്റാൻഡ് തലയും കുത്തി താഴെ വീഴുക, പിന്നെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് വീഡിയോ കിട്ടുന്നില്ല. എനിക്കറിയത്തില്ല. സത്യത്തിൽ ഇത് 2ാമത്തെ സ്റ്റാൻഡാണ് ഞങ്ങളുടേത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻഡ് സെയിം പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഇവർ അത് മൊബൈൽ യൂസ് ചെയ്ത് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് യൂസ് ചെയ്ത്, ഇപ്പോൾ പിന്നെ റിങ് ഉള്ളൊരു സ്റ്റാൻഡ് ഞാൻ മേടിച്ചു. അത് തന്നെയാണെന്ന് തോന്നുന്ന അവസ്ഥ. ഞാൻ വലുതായിട്ട് യൂസ് ചെയ്തില്ല, ഒന്ന് നോക്കണം ഇനി. അത് കഴിഞ്ഞ് അപ്പം ഞാൻ കരുതി ഉള്ളിയൊക്കെ ഞാൻ തൊലിച്ച് വെച്ചിട്ടാട്ടോ മാവ് കുഴച്ചത്. അപ്പം എല്ലാം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എല്ലാം ഒതുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ എന്ന് കരുതി. അപ്പോൾ വേണ്ടേ മാവ് കുഴക്കട്ടെ. എത്ര കുഴച്ചിട്ടും ഒറ്റ കൈ കൊണ്ട് നമ്മൾ ആ പാത്രത്തിലൊക്കെ പിടിക്കാതെ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ പിന്നെ ഞാൻ കുഴയ്ക്കുന്ന വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടി. അപ്പോൾ ഒരുപാട് ലൂസായിട്ടും അല്ല, ഒരുപാട് ഹാർഡും അല്ല, ഒരു മീഡിയം ലെവലിൽ എടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കൈയുടെ കൈപ്പത്തി കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിക്ക് എടുക്കുന്നതും സെയിം ഇത്രയുള്ള ഉരുള തന്നെ കേട്ടോ എൻ്റെ കയ്യിൽ വരുന്നത്. അപ്പം ഞാൻ അതേപോലെ പൂരിയുടേതിനും കുറച്ചും കൂടെ ചെറുത് ഞാൻ എടുത്തു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നിടം വരെ അത് യൂസ് ചെയ്യണമല്ലോ. അത് കാരണം ഞാൻ ഒരുപാട് എണ്ണ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വലിയ പൂരി വേണം, നമുക്കൊരു മീഡിയം സൈസ്. പണ്ട് അമ്മ വീട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങനെ കുഞ്ഞു പൂരിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് നന്ദമോക്കും വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ കുഞ്ഞു പൂരീസാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എണ്ണയും നമുക്ക് അത്രയും വേസ്റ്റ് ആവത്തില്ലല്ലോ. വലുതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തിട്ടാണ് ബോൾസ് എടുത്തത് കേട്ടോ. ചെറിയൊരു മീഡിയം സൈസ് ബോൾസാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ബോൾസ് എല്ലാം റെഡിയായി. പിന്നെ ഇനി ഉള്ളി അരിയണം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഞാൻ വെച്ചു. അപ്പോൾ നമുക്കത് പിന്നെ പരത്താം കേട്ടോ. അപ്പം നന്ദമോള സാധാരണ എനിക്കിപ്പോൾ ചപ്പാത്തി അവളാണ് പരത്തി തരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഷോൾഡർ പെയിൻ ആട്ടോ. അത് കാരണം ഞാൻ നന്ദൂട്ടരെ കൊണ്ടായി ഇപ്പം ഒരു 3-4 പ്രാവശ്യം അവളെ കൊണ്ടാണ് ഞാൻ പരത്തിപ്പിച്ചതെല്ലാം ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ കട്ടിങ് ടേബിൾ കേട്ടോ. നമ്മുടെ ചിരവ വയ്ക്കുന്ന ആ ഇതുണ്ടല്ലോ, തടി കഷ്ണം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചിട്ടാട്ടോ ഞാൻ ഉള്ളിയും എല്ലാം അരിയുന്ന അതിനകത്ത് വെച്ചിട്ടാണ്. നമുക്ക് കട്ടിങ് ടേബിളിൻ്റെ ഒന്നും ഒരു ആവശ്യമേ ഇല്ല. നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഴയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് എളുപ്പവും കൂടാണ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നിന്ന് അതിൻ്റെ മേളിലോട്ട് വെച്ചിട്ടും കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ അതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിനകത്താണ് ഞാൻ അരിയുന്നത് ഓൾമോസ്റ്റ്. എനിക്ക് കയ്യിൽ വെച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഫുള്ള് മുറിയും. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞാൻ മീൻ വെട്ടുമ്പോൾ എൻ്റെ ചൂണ്ടുവിരലിൻ്റെ നടുക്ക് ഭാഗം മുറിഞ്ഞിരിക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് പിച്ചാത്തിക്ക് മൂർച്ച ഇടുകയും ചെയ്യും. മീൻ വെട്ടി എൻ്റെ തല വെട്ടുമ്പോഴോ വാല് വെട്ടുമ്പോഴോ എനിക്കൊരു വര എന്തായാലും എല്ലാ ആഴ്ചയും അവിടെ വരും, ഒരു വെട്ട് വരും. അപ്പം തന്നെ എൻ്റെ ദേഹമൊക്കെ കുഴയും. അത് കാരണം ഞാൻ കൈ വെച്ചിട്ട് മലക്കറിയൊന്നും അരിയാറില്ല. അപ്പോൾ അതേണ്ട ഉള്ളിയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. പിന്നെ ഒന്ന് ഉപ്പിട്ടൊന്ന് ഞെവിടുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഞെവിടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വാടിക്കിട്ടും. ശകലം ഉപ്പിട്ടൊന്ന് ഞെവിടിയാൽ മതി. അപ്പം നമ്മൾ കനം കുറച്ച് അരിഞ്ഞില്ലെങ്കിലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൈ വെച്ചൊന്ന് ഞെരടി കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പച്ചമുളകായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് മഞ്ഞ കളർ പൂരി മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പൊട്ടറ്റോ കറി മഞ്ഞ കളറിൽ ഇരിക്കുന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കടയിലൊക്കെ അതല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ബോൾ. അപ്പം നമ്മളിത് ഇങ്ങനെ പരത്തുന്നതിന് മുന്നേ ഈ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക്
പെട്ടെന്ന് ആ റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഒരുപാട് കനം കുറച്ചിട്ടില്ല. അത് അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒരുപാട് കനം കുറച്ച് കഴിഞ്ഞാൽ അത് പൊങ്ങി വരത്തില്ല, ബോൾ പോലെ ആവത്തില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേണ്ട എല്ലാ സാധനങ്ങളും നിരന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ നന്ദമോളെ ഞാൻ വിളിക്കുന്നില്ല, കാരണം നന്ദയ്ക്ക് അറിയത്തില്ല. അവൾ ജസ്റ്റ് ഇനി ഒരു കുറച്ചും കൂടെ ഇതായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് കുളവാവും. പിന്നെ എനിക്ക് ദേഷ്യം വരികയും ചെയ്യും, കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ അവൾ വന്ന് എന്നോട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവളെ ഓട്ടിച്ച്, ഞാൻ പറഞ്ഞു നീ ചെയ്യേണ്ടതാണ് നമ്മളെ കുളവാവും, എനിക്ക് ദേഷ്യം വരും, നീ പോകുമെന്ന് പറഞ്ഞു. അപ്പം നന്ദൂട്ടൻ പോയി. അപ്പോൾ വേണ്ട ഞാൻ ഇതിനകത്ത് ഈ പാത്രത്തിലാട്ടോ, ഈ ചട്ടിക്കകത്താണ്, അപ്പച്ചട്ടിക്കകത്താണ് ഞാൻ അത് പൊരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വേണ്ട ഞാൻ കുറച്ച് എണ്ണ കേട്ടോ ഒഴിച്ചത്. അപ്പോൾ അത് തീർന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി എണ്ണ വരുമല്ലോ, അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ അതിനകത്തുണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതേണ്ട പൂരിയൊക്കെ എടുക്കാനായിട്ടുള്ള സ്റ്റിക്കാട്ടോ ഇത്. നമ്മുടെ ഓവൻ്റെ കൂടെ കിട്ടിയ കമ്പിയാട്ടോ, നമ്മുടെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ സ്റ്റിക്കാട്ടോ. ഞാനിത് വെച്ചിട്ട് എന്താ പറയുക, നമ്മുടെ ഉള്ളിയും നമ്മുടെ ചീനിയുടെ കൂടെയൊക്കെ കഴിക്കത്തില്ലേ ഉള്ളിയും മുളകുമൊക്കെ, അതൊക്കെ എടുക്കാനും പപ്പടം കുത്താനും ഒക്കെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. കുറേ നാളായി കേട്ടോ ഓവൻ യൂസ് ചെയ്തിട്ട്. കുറേ നാളെന്ന് വെച്ചാൽ ഒരു വട്ടം പോലും ഞാൻ കേക്ക് ഉണ്ടാക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഓവൻ വാങ്ങിച്ചത്. പക്ഷേ ഞാൻ ഒരു വട്ടം പോലും അതിലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കിയില്ലെന്നുള്ളതാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അതിന് ശേഷം നന്ദമോൾ ഇടയ്ക്കിടയ്ക്ക് കുത്താറുണ്ട്, അമ്മ ഇതിപ്പോൾ അലമാരയായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇവർ രണ്ടുപേരും എന്തെങ്കിലും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി ഓവനകത്ത് ഒളിപ്പിച്ച് വെക്കും. അപ്പോൾ അതാണ് ഓവൻ്റെ സ്റ്റോറി. പിന്നെ വേണ്ട, അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബോൾ പോലെ പൊങ്ങി വന്നു. പക്ഷേ സത്യത്തിൽ ഇത് പൊരിക്കുന്നിടം വരെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ഈ ലെവലിലായി വരുമോ ഇല്ലയോ എന്നുള്ളൊരു നല്ലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ പൂരി പൊങ്ങി വന്നതും ആശാട്ടി അതും കൊണ്ട് ഓടിക്കഴിഞ്ഞു. അപ്പം നന്ദുട്ടിന് ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കറി ഇപ്പോൾ ആവും മോളെ, കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കഴിക്കുക നീ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല അവൾ. അപ്പം നമ്മളും കൊച്ചിലേക്ക് ഇങ്ങനെയല്ലേ, അമ്മമാർ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിക്കണമെന്നല്ലേ ആഗ്രഹം. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയത്തില്ല, എങ്ങനെ ആണെങ്കിലും കഴിച്ചാൽ മതിയെന്ന് ചിന്തിക്കത്തേ ഉള്ളൂ. അപ്പോൾ വേണ്ടേ, അങ്ങനെ ഞാൻ പൂരീസെല്ലാം ഒന്നൊന്നായിട്ട് ഓരോന്ന് പൊരിക്കുമ്പോഴും നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തൂക്കുപാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ബക്കറ്റ് തൂക്കുപാത്രത്തിനകത്തൊക്കെ അല്ലേ നമ്മൾ പൂരി പൊരിച്ചിടാനായിട്ടൊക്കെ അടുത്തെടുത്ത് വെക്കുമല്ലോ. അപ്പോൾ ഞാനും അതൊക്കെ തന്നെ ചെയ്തു. എല്ലാം അടുത്ത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പൂരിയും നല്ല രീതിയിൽ പൊങ്ങിയാണ് കേട്ടോ വരുന്നത്. പിന്നെ ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ മാത്രമേ പൊങ്ങിയുള്ളൂ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ മുങ്ങിക്കിടന്നാലേ പൊങ്ങത്തോളൂ, നല്ലോണം ഡിപ്പായി കിടക്കണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ബോൾസൊക്കെ താന്നു പോവും നമ്മൾ അടച്ചു വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നന്ദൂട്ടൻ ഓൾറെഡി പണി സ്റ്റാർട്ട് ചെയ്ത്, ഞാൻ പൊരിച്ചിടും, നന്ദൂട്ടൻ ചൂടോടെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുക കേട്ടോ. അവസാനം ഞാൻ പറഞ്ഞു ഞാനിനി പൊരിക്കുന്നില്ല നന്ദ, നമുക്ക് ചൂടോടെ അച്ഛൻ വരുമ്പം പൊരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാനും കരുതി എനിക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ ഈ എണ്ണ വേണമല്ലോ, അപ്പോൾ അത് കാരണം ഞാനും അവൾ കഴിച്ചോട്ടെ എന്ന് ചിന്തിച്ച്. അപ്പോൾ വേണ്ടേ, കുറേ പൂരിയൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇപ്പോൾ കഴിക്കാനായിട്ടുള്ളതേ ഞാൻ ഉണ്ടാക്കിയോളൂ. അപ്പം നമ്മൾ രാവിലെ വേറെ കാപ്പിയായിരിക്കും, കാരണം ഈ ഗോതമ്പൊക്കെ അനുവേട്ടന് അലർജി ഉണ്ടായതുകൊണ്ട് രാവിലെ കഴിക്കത്തില്ല. ഇവിടുത്തെ ചൂടിന് രാവിലെ പാടായിരിക്കും. അത് കാരണം രാത്രിയായിരിക്കും കൂടുതലും ചപ്പാത്തി ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. ചപ്പാത്തിയും ഗോതമ്പിൻ്റെ ഐറ്റംസ് എല്ലാം രാത്രിയായിരിക്കും. കാരണം ചൊറിച്ചിൽ വരും, ഫുൾ ബോഡി അലർജിക്കായിട്ട് ഫുള്ള് തടിച്ച് കയറി പിന്നെ ഭയങ്കര പ്രശ്നം, പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കേണ്ട ആവശ്യം വരും. അത് കാരണം ഞാൻ കൂടുതലും നൈറ്റാണ് ഇവർക്ക് ഗോതമ്പിൻ്റെ കൊടുക്കുന്നത്. ഇനിയിപ്പം നമുക്ക് സമ്മറും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് കഴിക്കാനേ പറ്റത്തില്ല. നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര വയറുവേദനയും അങ്ങനെയുള്ള ഇറിറ്റേഷൻസൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് മാർച്ച് ആദ്യം മുതൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ഗോതമ്പിൻ്റെ ഒരു ഐറ്റംസും കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല. രാത്രിയും കഴിക്കാൻ പറ്റത്തില്ല, പകലൊട്ടും പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ചൂടായിരിക്കും ഇവിടെ. അപ്പോൾ വേണ്ട നല്ല ഇരുട്ടാണ് കേട്ടോ. അപ്പം അത് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള കറണ്ട് ഓഫീസാണ് കേട്ടോ, നമ്മുടെ KSB കണക്കത്തെ ഓഫീസാണ് അത്. വേണ്ട എല്ലാവരും ഓൾമോസ്റ്റ് ഉറക്കമായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കിച്ചണിൽ നിൽക്കും, അതുകൊണ്ട് കിച്ചണിലെ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വേണ്ട പൊരിക്കാൻ വെച്ചു. ഞങ്ങളുടെ ഗ്യാസിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ, സ്റ്റൗവിന് ഒരെണ്ണം നല്ലോണം പറ്റും, ഒരെണ്ണം കുറച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനകത്താണ് കേട്ടോ, ഈ കുറച്ച് പറ്റുന്നതിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേണ്ട
വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കോലം ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അപ്പോൾ അതൊന്നും കണ്ട് ആരും പേടിക്കരുത്. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം എനിക്ക് കൂടുതലും അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതേണ്ടേ നമ്മൾ പൂരിയെല്ലാം പൊരിച്ചു കഴിഞ്ഞു. ഇത്രയും എണ്ണ ബാക്കി വന്നു കേട്ടോ. അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി ബാക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ ഇത്രയും എണ്ണയുടെ ആവശ്യമുള്ളൂ. കാരണം ഓൾറെഡി പൊട്ടറ്റോ നമ്മൾ വറുത്ത് പുഴുങ്ങി വെച്ചിരിക്കുക. അത് കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി ഉള്ളി വഴറ്റണം. ഉള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞ് മസാല ഇട്ടിട്ട് നേരെ നമുക്ക് പൊട്ടറ്റോ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂരി മസാല റെഡിയാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് സവാള കേട്ടോ. ഇവിടെ നമുക്ക് കൊച്ചുള്ളി ഇപ്പം ഡിസംബറിലൊക്കെ ആയിരുന്നു കിട്ടുന്നത്. ഇപ്പം ഈ വട്ടം കൂടുതലില്ലായിരുന്നു, പിന്നെ നമുക്ക് കിട്ടത്തേ ഇല്ല. അപ്പം ഞാൻ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വട്ടം അനുവേട്ടനാണ് 2 പ്രാവശ്യം പോയതും. കാരണം എനിക്ക് നമ്മുടെ പുതിയ സ്കൂളായത് കാരണം അവരങ്ങനെ ലീവ് തരത്തില്ല. പിന്നെ നന്ദമോളെയും കൊണ്ട് പോകണമല്ലോ എന്ന് കരുതി പോയിട്ടില്ല. അത് കാരണം ഞാൻ സവാള കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കറിക്കും സവാളയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു, കുറച്ച് ഇഞ്ചി ചതച്ചതിട്ട് കേട്ടോ. വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ഇഞ്ചി ചതച്ചതിട്ടു. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇവിടെ കിട്ടുന്ന മസാല ദോശയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. ഇവിടുത്തെ പൂരിയുടെ മസാല കറിയാണ് ഇവർ മസാല ദോശയ്ക്കകത്ത് ഫില്ലിങ് വെക്കുന്നത്. സോ അതൊരു വേറൊരു ടേസ്റ്റ് കറിയാണ്. അത് കാരണം എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ തന്നെ ഇവർക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുമ്പം. പിന്നെ വേണ്ട ഈ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ല വൈറ്റ് ഷായിട്ടിരുന്നൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ. ഒരുപാട് അഴുക്കോ ചെളിയോ ഒന്നും ഇല്ലാത്ത ഉരുളക്കിഴങ്ങായിരുന്നു. കാരണം ഞാൻ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കേട്ടോ അരിയാനായിട്ടിട്ടത്, കുക്കറിലിട്ടത്. അപ്പോൾ അതിൻ്റെ തൊലി അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ ഞാനും കരുതും നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഊണ് കഴിക്കാൻ പോകുമ്പം ഈ പൊട്ടറ്റോവിൻ്റെ തൊലിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ ആ കറിക്ക് അത്രയും ടേസ്റ്റ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി കുറച്ചൊക്കെ കിടക്കട്ടെ, ഇനി ടേസ്റ്റ് എങ്ങാനും കൂടിയാലോ എന്ന് കരുതി ഞാൻ കുറച്ചൊക്കെ ഇളക്കി മാറ്റിയില്ല കേട്ടോ. അപ്പോൾ അതെൻ്റെ ഉള്ളി ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ വീഡിയോ എടുത്താന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളിയെല്ലാം കരിഞ്ഞു പോയി കുറച്ചൊക്കെ. അപ്പം ഞാനിതാണെങ്കിൽ ഇത് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോ റെഫർ ചെയ്തിട്ടാണ് പൂരി മസാല, നമുക്കറിയാം എന്നാലും എന്തെങ്കിലും തെറ്റുകൾ വരത്തില്ലേ എന്ന് കരുതി ഞാനൊന്ന് റെഫർ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് പൊട്ടറ്റോ നമ്മുടെ കടയിൽ കിട്ടുന്ന പൂരി മസാല കറിക്കകത്ത് ഈ കടലപ്പരിപ്പ് അരച്ചത് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുമെന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. നമ്മളിവിടെ ദോശയ്ക്കൊക്കെ ഈ ചട്നിയാണ് യൂസ് ചെയ്യുന്നെങ്കിലും ഈ ഐറ്റം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി എങ്കിൽ അതും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ എന്തോ ചെയ്ത് നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ട് വന്നപ്പോഴത്തേന് അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടില്ല കേട്ടോ. ഉപ്പ് ഓൾറെഡി ഞാൻ മിക്സ് ചെയ്താന്ന് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ പൊട്ടറ്റോയിൽ ഞാനൊരു ശകലം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് തൽക്കാലം ഇവിടെ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ ഉടച്ചിടുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചിടാം, അല്ലെങ്കിൽ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്ന കാരണം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടല്ലേ എന്ന് കരുതി ഞാൻ ഉടച്ചിട്ടാട്ടോ ഇട്ടത്. എൻ്റെ കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അതെൻ്റെ മഞ്ഞൾപ്പൊടി ഇവിടെ തീർന്നു കേട്ടോ. വേറെ ഒന്നും ചിന്തിക്കേണ്ട, മഞ്ഞൾപ്പൊടി മേടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ കരുതി മഞ്ഞ കളർ കറി ഉണ്ടാക്കണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണ്ടേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുപ്പിക്കകത്ത് കുറേ അവിടെ ഇവിടെയും പറ്റിയിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ആ പൊട്ടറ്റോ ഇരുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചാൽ കേട്ടോ. അതാണ്, വേറൊരു ഐറ്റം അല്ല കേട്ടോ അത്. അപ്പോൾ വേണ്ട ഞാൻ കടലപ്പരിപ്പും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് കറി കുറുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലപ്പരിപ്പിൻ്റെ ഗ്രേവി ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ ആ മിക്സ് ചെയ്തത് ഒഴിക്കേണ്ടത്. പക്ഷേ എൻ്റെ കറി ഓൾറെഡി മിക്സായി കുറുകിയിരിക്കുക. കാരണം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും കറി എന്തിനെങ്കിലും നമുക്ക് യൂസ് ആവുമല്ലോ എന്ന് കരുതി ഞാൻ കറി കുറച്ചധികം ഉണ്ടാക്കിയായിരുന്നു. പൊട്ടറ്റോ ഞാൻ കുറച്ച് വേവിച്ചായിരുന്നു, 3-4 പൊട്ടറ്റോ വേവിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലതുപോലെ കുറുകിയിരിക്കുക കേട്ടോ. പക്ഷേ നമുക്ക് പൊട്ടറ്റോ കുറവാണ്, ഒരു കുറുകിയ ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കടലപ്പരിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കടലപ്പരിപ്പ് കേട്ടോ യൂസ് ചെയ്തത്, ആ ഒരു മിക്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ടേസ്റ്റ് സൂപ്പറാട്ടോ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തു. നല്ല പൂരി കേട്ടോ. ഇത്രയും വലിപ്പമൊന്നുമില്ല, കുറച്ച് സൂം ചെയ്തത് കൊണ്ടാണ് ഇച്ചിരി വലിപ്പത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൊട്ടറ്റോ പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക്
കഴിക്കാം. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് നമ്മളുടെ ഇവിടുത്തെ റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജിലൂടെയോ കമൻസിലൂടെയോ പറയണേ. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് സ്കൂളിൽ നിന്ന് എവിടെയും പോകാൻ പറ്റില്ല. അപ്പം നിങ്ങളങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും.